Hi all. JMN 2026 phase 1 January 22nd second shift question നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. Question number 19 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ്? Let f and g be the function satisfying f of x plus y is equal to f of x into f of y, f of 1 is equal to 7 and g of x plus y is equal to g of xy, g of 1 is equal to 1 for all x comma y belongs to n. Sigma x is equal to 1 to n fx divided by g of x equal to 19,607 then n is equal to. അപ്പോൾ അതിനെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫങ്ഷൻസ് എന്താണ് ഗസ് ചെയ്യാനാണ്. സി ഗൈസ്, ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷണൽ ഇക്വേഷൻ ആണ്. അഥവാ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷണൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അതൊക്കെ ഗസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലടാ, യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ ആണ് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് എന്താണ് യെസ് എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്നത് 7 തന്നിരിക്കുന്നത് അല്ലേ? അഥവാ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്താണ് യെസ് വാട്ട് ഈസ് അറ്റ് 7 ആണ്. അഥവാ എ റൈസ് ടു 1 ഇസ് ഈക്വൽ ടു 7 എന്ന് എ ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ 7 റൈസ് ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ജി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ജി ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്താണ് 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് ഗസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. എല്ലാം കൂടി നിങ്ങൾ നോക്കിയാട്ടെ. ജി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ് ജി ഓഫ് എക്സ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഞാനിവിടെ എക്സിനും വൈക്കും 1 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്താണ് ജി ഓഫ് 1 കിട്ടും. റെഡിയല്ലേ? അപ്പോൾ ജി ഓഫ് 2 ഇസ് ഈക്വൽ ടു ജി ഓഫ് 1 കിട്ടും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എക്സിന് എന്താക്കണം മക്കളെ എസ് 2 കൊടുക്കുന്നു, വൈ എന്താണ് 1 കൊടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ ജി ഓഫ് 3 ഇസ് ഈക്വൽ ടു ജി ഓഫ് 2 കിട്ടും. ഇനി അതേപോലെ തന്നെ എക്സിന് ഞാൻ എന്താക്കണം 3 കൊടുക്കുന്നു, വൈ ഇസ് ഈക്വൽ ടു എന്താണ് യെസ് 1 കൊടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ ജി ഓഫ് 4 ഇസ് ഈക്വൽ ടു എന്താണ് ജി ഓഫ് 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജി ഓഫ് 1 അല്ലെ, ജി ഓഫ് 2 അല്ലെ, ജി ഓഫ് 3 അതേപോലെ ജി ഓഫ് 4 അല്ലെ, സോ ഓൺ അല്ലെ, എക്സെട്ര ജി ഓഫ് എൻ എല്ലാം എന്താണ് മക്കളെ ഈക്വൽ ആണ്. ആൻഡ് ദേ ആർ ഓൾ ഈക്വൽ ടു എന്താണ് 1 ആണ്. അവിടെ മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ? ദേ ആർ ഓൾ ഈക്വൽ ടു എന്താണ് മക്കളെ 1 ആണ്. ഓക്കെ, ജി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 1 ആണ്. പറയസ് നമുക്ക് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് പറയാം. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെയല്ല അതിങ്ങനെയാണ് 1 കിട്ടിയത്. അതായത് ഇവിടെ ജി ഓഫ് 1 എന്ന് പറഞ്ഞ സാധനം നമുക്ക് 1 ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കട്ടെ, ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ജി ഓഫ് 1 ഇസ് ഈക്വൽ ടു ജി ഓഫ് 2 ഇസ് ഈക്വൽ ടു ജി ഓഫ് 3 ഇസ് ഈക്വൽ ടു ജി ഓഫ് 4 ഇസ് ഈക്വൽ ടു എക്സെട്ര ജി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ ടു എന്താണ് മക്കളെ 1 ആണെന്നാണ് ഇവിടെ എന്താക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതും നമുക്ക് എന്തായി തീരുമാനമായി. റെഡിയല്ലേ? അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് യെസ് 19,607 അങ്ങനെയാണെങ്കിൽ n എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അഥവാ നോക്കണേ മക്കളെ, സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? യെസ് 19,607 അല്ലേ? 19,607 അങ്ങനെയാണെങ്കിൽ n എന്താണ്? അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 7 റൈസ് ടു എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 19,607. റെഡിയല്ലേ? ഇനി ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ 7 റൈസ് ടു 1 പ്ലസ് 7 സ്ക്വയർ പ്ലസ് 7 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് എന്താണ് 7 റൈസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,607 ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊരു ജി പി ആണ്. അപ്പോൾ ജി പി എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു എന്താണ് മക്കളെ യെസ് 7 റൈസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ എന്താണ് 7 മൈനസ് 1 അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 19,607. ഓക്കെ അല്ലേ മക്കളെ? ഇതിന് നമുക്ക് എന്താക്കാം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഫൈനലി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതിൻ്റെ സ്റ്റെപ്പൊന്നും ഞാൻ എന്താക്കുന്നില്ല കാണിക്കുന്നില്ല. റെഡി, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം മക്കളെ? ഡിസൈനിൻ്റെ 16,807 എന്ന് കിട്ടും. റെഡി അല്ലേ? ഈ 16,807 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ബട്ട് എന്താണ് 7 റൈസ് ടു 5 ആണ്. സോ n ഇസ് ഈക്വൽ ടു നമുക്ക് അവിടെ നിന്ന് കിട്ടിയാണ് മക്കളെ യെസ് 5 എന്ന് കിട്ടി. എടാ ക്ലിയർ ആയില്ലേ? n ഇസ് ഈക്വൽ ടു 5. സോ ഓപ്ഷൻ 2 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ.